ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ വീണ്ടും വന്നേക്കാണ്. കുറേ നാളെ വ്ളോഗ് എടുക്കണ്ടായില്ല, മടിയാണ്. കാരണം പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിക്കായിരുന്നു. സോ അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് ഓരോരുത്തർ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ അതേ മൂത്ത ആൾ ഇതേ കോൽമിഠായി കഴിച്ച് ഉമ്മായിട്ട് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ കൊച്ചിനെ ഉറക്കിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവനിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ആട്ടി കൊടുത്തിന്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആക്കിബിൻ്റെ നുറുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, മറ്റേ ടൊമാറ്റോ നുറുക്കില്ലേ. അപ്പം ഞാൻ അവനും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും ഇക്കാകെ വന്ന് ഇക്കാകായി ഞാൻ ചെറിയൊരു സൗന്ദര്യപ്പണക്കാരോണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറിനാണുള്ള തയ്യാറെടുപ്പ്. ഉമ്മ എന്ത് ചെയ്തു, വേഗം തന്നെ മീനൊക്കെ പൊരിച്ച് ഉച്ചയ്ക്ക് പൊരിച്ചത് ഉപ്പും മുളകും മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് രണ്ടാമത്തെ ട്രിപ്പ് പൊരിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചോറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അടുക്കളയിലത്തെ പോലെ ഇങ്ങനെ ആയിരിക്കും. കാരണം ചോറ് കഴിഞ്ഞാൽ പിന്നെ അവനൊരു സൈഡായിക്കോളും. അപ്പോഴത്തേക്ക് ഞാനും വേഗം അടുക്കളയുടെ തിന്നേക്ക് ഒതുക്കി. എനിക്കിത് അടുക്കള എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കണോട്ടോ. എനിക്കിങ്ങനെ പാത്രങ്ങൾ അല്ലെങ്കിൽ വലിച്ചു വരി അടുക്കളയുടെ തിന്ന സ്ലാബ് എനിക്കെപ്പോഴും ഇതായിരിക്കും. ഞാനത് എന്നെക്കൊണ്ട് ആവുന്നോളം എപ്പോഴും ഞാനത് ക്ലീൻ ആക്കാറുണ്ട്. അത് പിന്നെ ഞാൻ എന്തായാലും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേലെ ചെയ്യും. കാരണം ഭയങ്കര ചൂടൊക്കെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇനി അവനവിടെ ഫോൺ കൊടുക്കും, ഇനി അവനെടുത്ത് വന്ന് കിടത്തി ഉറക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്.